but I'm so frustrated. Hello to my lonely. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ആമസോൺ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് കുർത്തീസ് എന്നത് കണ്ടിട്ടില്ലാത്തവർ കണ്ടുപോകാം ഈ ഒരു വീഡിയോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 to 80% ഓഫ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. 1500+ ടോപ്പ് ബ്രാൻഡ്സിന് സെപ്റ്റംബർ 20 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്കിപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് മെറ്റേണിറ്റി വെയർ. ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുർത്താസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വീട്ടിലിടാൻ പറ്റിയതാണ്, വെളിയിലിടാൻ പറ്റിയതാണ്. ഞാൻ വീട്ടിലിടാൻ കൂടിയാണ് വാങ്ങിച്ചത്. വെളിയിൽ വേണമെങ്കിൽ ഇടാം. ഈ ഇട്ടിരിക്കണമൊക്കെ ഫീഡിങ് കുർത്തീസാണ്. അത്രയും നല്ല എന്താ പറയുക, കാണാനൊക്കെ ഭംഗിയുള്ള കുറച്ച് കുർത്തീസാണ്. കണ്ട ഒരു ഫ്രോക്ക് മാതിരിയൊക്കെ ഇരിക്കും, പക്ഷേ കുർത്തീസാണ് സംഭവം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ കുർത്തീസും തന്നെ ഏകദേശം ഒരേ മോഡലാണ് വരുന്നത്. പക്ഷേ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ലെങ്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചിലതിന് പോക്കറ്റ് ഉണ്ടാവും, ചിലതിന് കെട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തിയാണ്. ഇതിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി ഞാൻ വാഷ് ചെയ്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ പറഞ്ഞാൽ റയോണ. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെളിയിൽ പോകുകയാണെങ്കിൽ തന്നെ കംഫർട്ടാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഫീഡിങ്ങിന് വേണ്ടി രണ്ട് സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട്. ഇൻവിസിബിൾ സിബാണ്. സിബ് പുറത്ത് കാണില്ല, പക്ഷെ ഇത് ഈ ഒരു വാലയാണ്, അല്ലാതെ സിബ് കാണില്ല. ഓക്കെ, പിന്നെ ട്രാൻസ്പെറന്റ് ആണോ എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ട്രാൻസ്പെറന്റ് ആണ്. അടിയിൽ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പാൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കേർട്ടോ കാര്യങ്ങൾ ഇട്ടാൽ കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുഞ്ഞു കരയുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് വലിയ സീനില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് നെക്കാണ് വരുന്നത്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. കാലിന്റെ മുട്ട് കഴിഞ്ഞ് താഴെ വരെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ്. 369 റുപ്പീസ് ആണ്. 400 അകത്തേ വരുന്നുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഹോളിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. കാര്യം ഞാൻ ഇതിന്റെ പാറ്റേൺ ഒന്നും വലിയ രീതിയിൽ നോക്കാതെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. വന്നതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ പാറ്റേണും കളേഴ്സൊക്കെ നോക്കിയത്. അതായത് വീഡിയോ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലായി ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നുള്ളത്. കാര്യം ഞാൻ എടുത്ത പാറ്റേണും കളേഴ്സും ചെറിയ രീതിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ വീട്ടിടാനായതുകൊണ്ട് വലിയ സീനില്ല. ഓക്കെ, അപ്പൊ ഇത് വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പൊ വൈറ്റ് കളർ വീട്ടിലിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇടാം, പെട്ടെന്ന് അഴുക്കാവും. പക്ഷെ ഇതിന്റെ പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്ലീവ്സിൽ ഇത് ഇതുപോലെ ഒരു ഹോളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെളിയിൽ വേണമെങ്കിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു കുർത്തിയാണ്. ഫ്രണ്ടിൽ റൗണ്ട് നെക്കാണ് വരുന്നത്. നേരത്തെ കാണിച്ച അതേ പാറ്റേൺ ആണ്. ജിക്കോ നെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. രണ്ടും, നേരത്തേതും ഇതും ജിക്കോ നെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവിസിബിൾ സിബാണ് വരുന്നത്. ഇതുപോലെ ഓപ്പൺ ചെയ്യാനായിട്ട് താഴേന്ന് മേലേക്കാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ അതേ ലെങ്ത് ആണ് വരുന്നത്. മുട്ടിന് ജസ്റ്റ് താഴെ വരെയാണ് വരുന്നത്. പ്രൈസ് ചെറിയ വ്യത്യാസമുണ്ട്. 419 റുപ്പീസ് ആണ്. 419 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അതിനെക്കാട്ടിലും കുറച്ച് വില കൂടുതലാണ്. ഇപ്പം സെയിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിലയിൽ കിട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പാറ്റേൺസ് ഒന്നും നോക്കാതെ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞത്. ഞാൻ പാറ്റേൺ അത് കണ്ടു. പക്ഷെ എന്തിനാ ഇത് ഈ ഒരു പാറ്റേൺ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. കാര്യം ഞാൻ ഇതിട്ടപ്പോൾ പ്ലച്ച് തന്നെ ഇരിക്കുന്നു. മഞ്ഞയും പച്ചയും ചോപ്പും, ചോപ്പില്ലല്ലോ, പിങ്കൊക്കെ ആയിട്ട്. ഇതാണ് സംഭവം. ചിലർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ അല്ല ഇത്. ഇതെന്ന് പറയുന്നത് ജയ്പൂർ ഫെയിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എന്നുള്ള മെറ്റേണിറ്റി വെയർ ആണ്. ഇതിൽ ഇതുപോലെ കെട്ടൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാറ്റേൺ വരുന്നുണ്ട്. മറ്റതിൽ അങ്ങനെ പാറ്റേൺ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. റൗണ്ട് നെക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ പാറ്റേൺ എന്ന് പറയുന്നത് ക്ലോസ് കാണിച്ചത് ഇങ്ങനത്തെ പാറ്റേൺ ആണ് വരുന്നത്, ബട്ടൺസ് ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൽ പാറ്റേൺ വരുന്നുണ്ട്, സെയിം. ഓക്കെ, നേരത്തെ കാണിച്ച കുർത്തയുടെ അതേ ലെങ്ത് തന്നെയാണ് ഇതിന് വരുന്നത്. മുട്ടിന് ജസ്റ്റ് താഴെ ആയിട്ടാണ് ലെങ്ത് വരുന്നത്. നേരത്തെ കാണിച്ച രണ്ട് കുർത്തി പോലെയാണ് ഇതിലും ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസിയേ ഉള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പാൻറ്റോ അതായത് അടിയിലും പാവാടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് പെയർ ചെയ്യാനാണ് കുറച്ചും കൂടെ നല്ലത്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. റൗണ്ട് നെക്ക് ആണ് വരുന്നത്.
അതുപോലെ തന്നെ എൻ്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ്. 499 റുപ്പീസാണ്. 500 കറക്റ്റ് വരുന്നുണ്ട്. നമുക്ക് വെളിയിൽ വേണമെങ്കിൽ ഇടാം. കാര്യം എൻ്റെ ഫ്രണ്ടിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെളിയിൽ ഇടാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സ് തന്നെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഈ കൈൻഡ് ഓഫ് പാറ്റേൺ എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു കുർത്തയാണ്. നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞയും പച്ചയൊക്കെ ചേർന്നൊരു സംഭവമാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. നെക്സ്റ്റ് കുർത്തി, ഫ്രണ്ടിലത്തെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടം. 2 ക്ലോത്തിലാണ് ഇത് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇവിടെ സിബ് വരുന്നത്, ഇൻവിസിബിൾ സിബ് വരുന്നുണ്ട്. കാഫ് ലെങ്ത് ആണ് സ്ലീവ്സ് വരുന്നത്. സ്ലീവ്സിൽ നേരത്തെ കാണിച്ച അതേ പാറ്റേണിൽ തന്നെ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് നെക്കിൽ അതേ സാധനം വെച്ചിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബ്രാൻഡില്ലേ ജയ്പൂർ ഫെയിം, ആ സെയിം ബ്രാൻഡാണ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് മുട്ടിന് ജസ്റ്റ് താഴെയായിട്ടാണ് ലെങ്ത് വരുന്നത്. ഇതിൽ കെട്ട് വരുന്നുണ്ട്. പോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആദ്യം കാണിച്ച വൈറ്റ് കളറിന് പോക്കറ്റ് ഉണ്ടായിരുന്നു. ഈ കംപ്ലീറ്റ് ഹോൾ വീഡിയോയിൽ പോക്കറ്റുള്ള ഒരേ ഒരു ഡ്രസ്സ് ഈ ഒരു വൈറ്റ് കളർ ഡ്രസ്സാണ്. ബാക്കി എല്ലാത്തിനും ബാക്കിൽ കെട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൈസ് വരുന്നത് 479 റുപ്പീസാണ്. എനിക്കൊന്ന് ജയ്പൂർ ഫെയിം ആണ് കുറച്ച് പ്രൈസി ആയിട്ട് വരുന്ന. ഈ ഒരു ഹോളിൽ പ്രൈസി ആയിട്ട് വരുന്നത് ജയ്പൂർ ഫെയിം എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. സോ ഈ ഒരു ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നേരത്തെ കാണിച്ച ഡ്രസ്സിനെക്കാട്ടിലും ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ള ഡ്രസ്സാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് കിട്ടിയത് ഇതാണ്. ചെറിയ രീതിയിൽ പാറ്റേണിലും കളറിലും വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ കാണിച്ച പോലത്തെ അതേ ക്വാളിറ്റിയിലുള്ള ഡ്രസ്സ് തന്നെയാണ് ഇത്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ്. സ്ലീവ്സ് വരുന്നത് ഇതുപോലെ കാഫ് ലെങ്ത് അല്ലെങ്കിൽ 3/4 എന്ന് വേണമെങ്കിലും പറയാം. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതുവരെ വരുന്നുണ്ട്. 3/4 ലെങ്ത് സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൽ ഇതുപോലെ ഒരു സിൽവർ ലേസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നടുക്ക് ഇവിടെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ഇത് ജസ്റ്റ് കൊടുത്തിരിക്കുന്നതല്ല, നമുക്കിത് ശരിക്കും ഓപ്പൺ ചെയ്യാനായിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. 450 റുപ്പീസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ കെട്ടും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഒതുക്കി കെട്ടി വെക്കാനായിട്ട് പറ്റും. വെളിയിലും ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. പക്ഷെ കട്ടിയില്ല, അതായത് ലൈനിങ് കൊടുത്തിട്ടില്ല. അപ്പം അടിയിൽ പാൻറ്റോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം ഇടാനായിട്ട്. എങ്കിൽ അതിന് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ ഡ്രസ്സിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ സെയിൽ മിസ്സാക്കല്ല്. അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക് ആയിട്ട് കാണാം. ബൈ. അതിന് മുന്നേ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടെന്നുള്ള താഴെ കോമന്റ് ചെയ്യാം. See you. Bye.